എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. ഞാൻ അനിൽ ചന്ദ്ര. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലാണ്. അപ്പോൾ എന്തിനാണ് ഞാൻ ഇവിടെ വന്നതിനുള്ള കാര്യം ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഒരുപാട് ഉപകാരപ്പെടുന്നത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വിദേശത്താണെങ്കിൽ നമുക്ക് അവിടെ വെച്ചൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ രജിസ്ട്രേഷനും അതുപോലെ ഇന്ത്യൻ എംബസി അഡ്ജസ്റ്റ് ചെയ്ത നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം നമുക്ക് അവിടുന്ന് നമ്മുടെ കയ്യിൽ കാണും. പക്ഷെ അത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലോ നഗരസഭയിലോ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഇന്ത്യൻ നിയമപ്രകാരം ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ നാട്ടിൽ വരുന്ന സമയങ്ങളിൽ നമ്മൾ ഒരു അക്ഷയ കേന്ദ്രത്തിലായിരിക്കും പോകുന്നത്. ഈ അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ പ്രവാസിയാണ് നമ്മൾ അതുപോലെ പെട്ടെന്ന് നമ്മളോട് പറയുന്ന ഒരു മറുപടിയാണ്, പ്രവാസി ആയത് കാരണം 6 മാസം നാട്ടിൽ നിന്ന് എക്സിറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് നാട്ടിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന പല കാര്യങ്ങളും, ഈ രജിസ്ട്രേഷൻ മാത്രമല്ല പല കാര്യങ്ങൾക്കും പോകുന്ന സമയങ്ങളിലും ഒരു പ്രവാസിക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളാണ് 6 മാസം. അത് അക്ഷയ കേന്ദ്രങ്ങളെ പോലുള്ള ഓരോ സ്ഥാപനങ്ങളിലും പറയുന്നത് 6 മാസം കഴിഞ്ഞാൽ മാത്രമേ രജിസ്ട്രേഷൻ പ്രവാസികൾക്ക് ഒരുവിധ കാര്യങ്ങൾക്കെല്ലാം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് ഞാനും അനുഭവസ്ഥനാണ്. കാരണം എൻ്റെ ആധാർ കാർഡ് എടുക്കാൻ കഴിഞ്ഞ ട്രിപ്പ് പോയ സമയത്ത് എന്നോടും പറഞ്ഞതാണ് 6 മാസത്തിന് ശേഷമേ ആധാർ കാർഡ് എടുക്കാൻ കഴിയൂ. പക്ഷെ ഞാൻ അത് എടുത്തിരുന്നു. അപ്പോൾ അതുപോലെയാണ്. അപ്പം നമ്മൾ നിയമങ്ങൾ നമുക്കറിയാൻ വയ്യ, പറയുന്ന പലരും പല അഭിപ്രായങ്ങളാണ്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ പല സുഹൃത്തുക്കളുടെ അനുഭവങ്ങൾ കൂടിയായിരുന്നു. നാട്ടിൽ വരുന്ന സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് താമസമാണ്, 6 മാസം നിൽക്കണമെന്നൊക്കെ പറയുന്നു. പലരും പല പേപ്പറുകൾ ചെയ്തിട്ടും അത് ചെയ്യാൻ കഴിയാതെ വന്നു. ഇപ്പം ഞാൻ ഈ പ്രാവശ്യം ആദ്യമായി തന്നെ നാട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ കാണുകയുണ്ടായി. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ 5-ാം വാർഡിൻ്റെ നീതുഷയാണ്. അപ്പോൾ ആ കുട്ടിയായിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ പഞ്ചായത്തിൽ ചെന്നതിന് ശേഷം ചേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ആ കുട്ടി എന്നെ വിളിക്കുകയും നമ്മുടെ പഞ്ചായത്ത് മെമ്പർ എന്നെ വിളിക്കുകയും എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചേട്ടൻ വന്നിട്ട് എത്ര മാസമായെന്ന് ചോദിച്ചു. അപ്പം ഞാനും ആദ്യത്തെ ആ ചോദ്യത്തിൽ തന്നെ നമ്മൾ പഴയതുപോലെ 6 മാസമാണ് എൻ്റെ മനസ്സിൽ ഓടി വന്നത്. ഞാൻ പറഞ്ഞു വന്നിട്ട് മോളെ 2 മാസം ആയിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ചേട്ടൻ വന്ന് 2 മാസം ആകുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും, എന്തായാലും ചേട്ടൻ പെട്ടെന്ന് പഞ്ചായത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പഞ്ചായത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിൽ വന്നതിന് ശേഷം നല്ലൊരു അനുഭവമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളുണ്ട്. പഞ്ചായത്തിൽ ചെന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വിശദമായ അത് വിശദമായി തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. പക്ഷേ നമുക്ക് പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ ഫസ്റ്റിലെ തന്നെ ഒരു സത്യവാങ്മൂലം എഴുതേണ്ട ഒരു പേപ്പറും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളൊരു പേപ്പർ, ഇങ്ങനെ 2 ഷീറ്റ് പേപ്പറാണ് തരുന്നത്. അപ്പോൾ ഈ 2 ഷീറ്റ് പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നമ്മൾ വിദേശത്ത് ജനിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നാട്ടിലെത്തി എക്സിറ്റ് ആയതിനു ശേഷം 2 മാസത്തിനുള്ളിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമായ ഓപ്ഷനുമാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസ് മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ 2 മാസം ആയത് കൊണ്ട് തന്നെ 2 മാസം ആകാത്തത് കൊണ്ട് തന്നെ എനിക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് എൻ്റെ സുഹൃത്തുക്കളോട് പങ്കുവെക്കുന്നത്. ഞാൻ ചെയ്ത രീതിയും എൻ്റെ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ ആ അനുഭവവും ഞാൻ ഇതിനകത്ത് പങ്കുവെക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിലോ നഗരസഭയിലോ ചെല്ലുന്ന സമയത്ത് ഈ പറയുന്ന ഇത്രയും ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ ഫില്ല് ചെയ്ത് അവിടെ ചെന്ന് ആ ഫോം കൊടുക്കുക. അതിനുശേഷം അവിടുന്ന് ഒരു ഫോം കിട്ടുന്നത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ജനന രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജനന രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് വളരെ വാസ്തവം. അപ്പം നമ്മൾ കേട്ടറിവല്ല, നമ്മുടെ സ്വയം അനുഭവമാണ് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. കേട്ടറിവിൽ ഒരുപാട് പാളി. അപ്പോൾ നമുക്ക് പഞ്ചായത്തിലേക്ക് തിരികെ കൊടുക്കേണ്ടത് അച്ഛൻ്റെയും അമ്മയുടെയും കുട്ടിയുടെയും പാസ്പോർട്ടിൻ്റെ ഓരോ കോപ്പി, അതുപോലെ ആ എക്സിറ്റ് ആയ പേപ്പറും അതിൽ കാണണം. അതിനുശേഷം ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഒരു കോപ്പി, അതുപോലെ നമ്മുടെ കുട്ടി ഏത് രാജ്യത്താണോ ജനിച്ചത് അവിടെ വെച്ച് കിട്ടുന്ന ജനന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി. ഇത്രയും സാധനങ്ങളും 200 രൂപ പത്രവും നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ അവിടുന്ന് വീണ്ടും നമുക്കൊരു ഫോം തരും. അത് നമ്മൾ അവിടെ വെച്ച് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്താൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ആയി നമുക്ക് കയ്യിൽ കിട്ടുന്ന ഫോം ഇതാണ്. ഈ ഫോം നമ്മൾ സത്യവാങ്മൂലം ആദ്യം ഒന്ന് തയ്യാറാക്കിയതിന് ശേഷം 200 രൂപ പത്രത്തിലാണ് നമ്മളിത് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 200 രൂപ പത്രത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ മാറ്റർ ടൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം തിരികെ നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ വീണ്ടും ഒരു ഫോം തരുന്നതാണ്. ആ ഫോം നമ്മൾ ഫില്ല് ചെയ്യുക. അതിനകത്ത് നമ്മുടെ കുട്ടിയുടെ ഡീറ്റെയിൽസ്, നമ്മുടെ വീട്, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് ഇത് പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ജനന രജിസ്ട്രേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് നമുക്ക്
ഓൺലൈനായിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ. അപ്പം ജനന രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക.